വീഡിയോ ഇട്ടുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ മോൻ ഇന്ന് സ്കൂളുണ്ട് കേട്ടോ, ഇന്ന് എക്സാമാണ്. അപ്പോൾ മൂപ്പര് സ്കൂളിലേക്ക് പോവുകയാണ്. ഹസ്ബൻഡാണ് കൊണ്ടുപോയി വിടുന്നത് കേട്ടോ. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. പിന്നെ മോന് ഫ്രൈ ചെയ്ത കുറച്ച് ചിക്കൻ ഫ്രൈൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഗൈസ്. കാക്കു പറ ഹായ് പറ. അപ്പോൾ ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ, ഈ 2 വാക്കും കൂടി അവൻ പഠിച്ചിട്ടുണ്ട്. കാക്കു, ഹായ്, ഉമ്മ. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ അവൻ സംസാരിക്കുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. കുറേ ആയി ഞാൻ വിചാരിക്കുന്ന ഒരു സെറാമിക് പോട്ട് വാങ്ങണമെന്ന്. പക്ഷെ കുഴപ്പമില്ല, സെറാമിക് പോട്ട് ഇല്ലെങ്കിലും അതേപോലത്തെ ഒരു പോട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഞാൻ തൃപ്തയാണ് ഗൈസ്, ഞാൻ തൃപ്തയാണ്. വേറെ വഴിയില്ല, കാരണം വാങ്ങി കൊണ്ടുവന്നല്ലോ. മൂപ്പർ എന്തോ ഒരു ആവശ്യത്തിന് കൊണ്ടോട്ടി പോയപ്പോൾ റോഡ് സൈഡിൽ ഈ ഒരു സംഭവം വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിലാണെന്ന് കേട്ടപ്പോൾ പിന്നെ അത് വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. കുറേ ആയി നമ്മൾ വിചാരിക്കുന്നത്, മൂപ്പർക്കാണ് എന്നെക്കാളും ഇഷ്ടം ഇതുപോലുള്ള ഐറ്റംസ് വാങ്ങാനും ചെടികൾ വാങ്ങാനൊക്കെ. എപ്പോൾ ചെടിക്കടൻ്റെ ഫ്രണ്ടിലൂടെ പോകുമ്പോഴും മൂപ്പർക്ക് ഈ ഒരു സംഭവം, എന്തെങ്കിലും ഒരു ചെടി വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, അത് പറയും കേട്ടോ. അപ്പോൾ ഞാനാണ് കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. ചെടിയൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ചെടി എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ. നമ്മൾ വിചാരിച്ച പോലെ അത് വീട്ടിൽ കൊണ്ടുവന്നാൽ വളരുമില്ല. പിന്നെ കുറേ ചെടികൾ വെക്കുന്നതിനേക്കാൾ നല്ല ആവശ്യത്തിന് കുറച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ചെണ്ണം വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ അധികം വാങ്ങാൻ സമ്മതിക്കാറില്ല കേട്ടോ. ഈ ഒരു ചെടി ഒരു 5 വർഷമായി, 5-6 വർഷമായി നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ. 5 വർഷം മുൻപ് വാങ്ങിയതാണ്. അപ്പോൾ അന്ന് ഇത് ചെറുതായിരുന്നു. പിന്നെ ഇത് മാറ്റി കുഴിച്ചിടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമായിട്ടോ. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മൾ അകത്തേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പേര് സീ പ്ലാന്റ് എന്നാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറിലുള്ള നല്ല ഗ്ലേസിങ് ഉള്ള ലീവ്സ് ആണ് കേട്ടോ അതിനുള്ളത്. പിന്നെ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഷെൽഫ് വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇന്ന് ഞങ്ങളത് വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് രാഹുകാലമായത്. അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു ഷെൽഫ് കൂടി വാങ്ങിയിരിക്കുകയാണ്. കാരണം ഷെൽഫ് ആവശ്യമാണ്. കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെക്കാനും എല്ലാ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് വേണം. ഇല്ലെങ്കിൽ ആ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടികൾ തന്നെ അത് ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ കുട്ടികൾ തന്നെ എടുത്തിട്ട് അവിടെ ഇവിടെയും കൊണ്ടുവന്നിടും. പിന്നെ അത് മാത്രമല്ല, അവർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും അത് എടുക്കും, മരുന്നൊക്കെ എടുത്ത് കുടിക്കും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇവൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഒരു ഷെൽഫ് വാങ്ങിയത്. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇത് പ്ലൈവുഡാണ് കേട്ടോ. പ്ലൈവുഡിലാണ് വരുന്നത്. 5500 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം റൂം ക്ലീൻ ചെയ്തിട്ടും ഷെൽഫ് ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ എൻ്റെ മോനെ ഒന്ന് ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്ന വഴി ഇതായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഒരു പാടാണ്, നെൽകൃഷിയാണ് കേട്ടോ. അവിടെ മുഴുവൻ നെൽകൃഷിയാണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല നാച്ചുറൽ പ്ലേസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇവിടെ നിർത്തി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം, കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് നെല്ലാണ് കേട്ടോ. നെല്ല് വിളവെടുക്കാനായോന്ന് അറിയില്ല, പക്ഷെ അവിടെ മുഴുവനും ഇതുപോലെ നെല്ല് നല്ല രീതിക്ക് ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ആ സീനറി എൻജോയ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഓർത്തത് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാക്കിയാലോ ഈ ഒരു വൈൽഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എന്താ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാൻ പറ്റും ഗൈസ്. ജസ്റ്റ് കീപ് വാച്ചിങ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഗൈസ്. പിന്നെ നമ്മൾ എന്തിനാ ഇപ്പോൾ വന്നത് ആ കാര്യം മറന്നുപോയി. ശരിക്കും നമ്മൾ വന്നത് മോൻ്റെ മുടി വെട്ടിക്കാനാണ്. അപ്പോൾ നമ്മളിതാ ബാർബർ ഷോപ്പിലെത്തി. മൂപ്പര് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അവിടെ മുടി വെട്ടാൻ ശരിക്കും സമ്മതിക്കുന്നേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ് നമുക്ക് ബാർബർ ഷോപ്പിൽ പോകേണ്ട മുടി വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൊട്ട അടിക്കാമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യം മൊട്ട അടിക്കാനല്ലേ, നമുക്ക് ഈ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് മുടി ഒന്ന് കട്ട് ചെയ്യാം, ഹെയർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹെയറൊക്കെ കട്ട് ചെയ്തു ഉഷാറായി നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. വരുന്ന വഴിക്ക് തന്നെ മൂപ്പര് ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ഈവനിങ് സ്നാക്കൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാനൊന്ന് ബാത്റൂമിൽ പോയതായിരുന്നു. ആ സമയത്ത് നല്ല വായനയായിരുന്നു കേട്ടോ. മൂപ്പരെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ബുക്ക്, കാക്കുൻ്റെ പഴയ ബുക്കൊക്കെ എടുത്ത് വായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കഴിയുന്ന പോലെയൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു.